ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഡേ 11 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസിൻ്റെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിപ്പൊടിയാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇഡ്ഡലി മാവ് അരച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ സെയിം മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ്. അതായത് ആ മാവിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ സാധാരണ ദോശ പരത്തിയെടുക്കുന്ന പോലെ എടുക്കും. അപ്പോൾ സെയിം മാവ് തന്നെയാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കാറുള്ളത്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടാറുണ്ട്, യാതൊരു കുഴപ്പവും വരാറില്ല. നല്ല ക്രിസ്പിയായി മൊരിഞ്ഞിട്ട് വരാറുണ്ട്. നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏതാണോ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല മൊരിഞ്ഞ് അടിപൊളിയായിട്ട് ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്ന് ചട്നിയൊന്നും അരയ്ക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചട്നിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ. അപ്പോൾ ആ സെയിം ചട്നിപ്പൊടിയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് പറയാം. നമ്മൾ ഉഴുന്നും മുളകും മുളക് ആദ്യം ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഉഴുന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും കായത്തിൻ്റെ പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടാണ് പൊടി കഴിക്കാറുള്ളത് ദോശയുടെ കൂടെ. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു, ഓറഞ്ച് ജിഞ്ചർ മിൻറ്റ് ലൈം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ചെയ്തതാണ്. നമ്മൾ മിൻറ്റ് ലൈം നമ്മൾ ഒരുപാട് മിൻറ്റ് ലൈം കുടിക്കാറുണ്ട്. അതായത് പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ നമുക്ക്. അതേപോലെ തന്നെ ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു മിൻറ്റ് ലൈമാണിത്. അപ്പോൾ ഓറഞ്ച് നമ്മളൊരു 3-4 ഓറഞ്ച് എടുക്കുക. ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5-6 ഇല പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനിവിടെ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട് ട്രേയിൽ, പുതിന ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ മിൻറ്റ് ലൈം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഇത് ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്. മിൻറ്റിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ 2 ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അത്രേ ഉള്ളൂ മിൻറ്റ് ലൈം ഉണ്ടാക്കുക. നമ്മൾ ഓറഞ്ച് മിൻറ്റ് ലൈം എന്നേ ഉള്ളൂ. അതായത് നാരങ്ങ നീര്, ഇഞ്ചി, പുതിനയില, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എല്ലാ മിൻറ്റ് ലൈമും ഇത് തന്നെയാണ്. അതായത് പുതിനയും നാരങ്ങ നീരും ഇഞ്ചിയും. പിന്നെ അതിലേക്ക് എന്താണോ നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യണതെന്ന് വെച്ചാൽ അത് ആ ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് മിൻറ്റ് ലൈം, പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ മിൻറ്റ് ലൈം, അങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജിഞ്ചർ മിൻറ്റ് ലൈം റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ പേര് ചോദിച്ചൊരു റെസിപ്പി ആയിരുന്നു. കാരണം ഓറഞ്ച് ജിഞ്ചർ മിൻറ്റ് ലൈം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, നമ്മുടെ ഓറഞ്ച് ജ്യൂസ് തന്നെ അതിൻ്റെ കൂടെ മിൻറ്റ് ലൈമും കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഫ്ലേവറുള്ള, അതായത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്നത്തെ ലഞ്ച് വെള്ളരിക്ക പച്ചടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കത്തിരിക്കാപ്പുളി. അപ്പോൾ വെള്ളരിക്ക പച്ചടിക്ക് നമ്മൾ വെള്ളരിക്ക കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് അരപ്പ്, പച്ചടിയുടെ അരപ്പ് ഞാൻ വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പച്ചടിയുടെ. അപ്പോൾ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 1 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ അരച്ചതാണ്. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1 കപ്പ് തൈരുണ്ടാവും. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു, ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കരുത്. ഇനി നമുക്കതിലേക്ക് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മെഴുക്ക് പുരട്ടിക്കും ഇതിനും എല്ലാത്തിനും കൂടെ ഞാൻ വറവ് ഒരുമിച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ മുളകും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പച്ചടിയിലേക്ക് വറവിടാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം. തോരനോ മെഴുക്ക് പുരട്ടി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കടുക് കരിയും. അപ്പോൾ കോവയ്ക്ക് നന്നായിട്ട് നൈസാക്കി മുറിച്ചതാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് മുളക് പൊടിയല്ല ചേർക്കുന്നത്, പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ വേവിച്ചെടുക്കണം. അതായത് അതിൻ്റെ ഈർപ്പത്തിലിരുന്നിട്ട് ആവിയിലിരുന്നിട്ട് തന്നെ അത് വെന്ത് കിട്ടണം. വെള്ളം ഒഴിക്കുക വേണ്ട, ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് മെഴുക്ക് പുരട്ടി നന്നായിട്ട് ഒരു ഏകദേശം ഒരു മൊരിഞ്ഞ പരുവത്തിൽ അങ്ങനെ കിട്ടണം. അതാണ് ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ്. പിന്നെ നമുക്കിനി കത്തിരിക്കാപ്പുളി ഉണ്ടാക്കാം. കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഞാനിവിടെ ഒരു 3 ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം. ഇത് ഫ്രോസൺ ആയിരുന്നു വഴുതനങ്ങ, അതാണ് ആ കളറ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിലർ ഈ വഴുതനങ്ങ എന്ത് ചെയ്യുന്നു വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കും. അതായത് ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ എടുത്ത് അതിന് ശേഷമാണ് കറി ഉണ്ടാക്കുക. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, നേരിട്ട് കറി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്ക്. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മതി. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തക്കാളിയും കൂടെ വെന്തൊന്ന് കുഴഞ്ഞൊരു പരുവം, നമ്മൾ മസാല ഉണ്ടാക്കില്ലേ അതേപോലെ ഒന്ന് കുഴഞ്ഞ പരുവത്തിലാവണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി പുളി, തക്കാളിയുടെ പുളിയും എല്ലാം ഉണ്ടാവും, പക്ഷെ എന്നാലും പുളി ചേർക്കണം, അതാണ് കത്തിരിക്ക പുളിയല്ലേ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെള്ളം നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പകുതിയായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം, കാരണം ഒരു കുറുകിയ പരുവാണ് കത്തിരിക്കാപ്പുളിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം, പിന്നെ വറ്റിച്ചെടുക്കണം. അത് നന്നായിട്ട് വറ്റി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവമില്ലേ, ആ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കത്തിരിക്കാപ്പുളിയും റെഡിയായി. ഇത് ഭയങ്കര ടേസ്റ്റിലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാനോ അല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്തൊരു സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം സ്പൈസി കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണല്ലോ. അങ്ങനെ കത്തിരിക്കാപ്പുളി, വെള്ളരിക്ക പച്ചടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇത്രയാണ് ലഞ്ചിന് നമ്മളിന്ന് റെഡിയാക്കിയത്. ഇനി ഇന്നത്തെ ഡിന്നർ ബ്രെഡ് പിസ്സയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് വീഡിയോ മിസ്സായിപ്പോയി. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക, അതിലേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പിസ്സ സോസ് ബാക്കി ഉണ്ടായിരുന്നു, ആ സോസ് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെജിറ്റബിൾസ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കവും ഓണിയനും മഷ്റൂമും ആണ് ഉള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർക്കരുത്. ചിക്കൻ നമ്മൾ ഈ ബ്രെഡ് പിസ്സയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ബ്രെഡ് പെട്ടെന്ന് ടോസ്റ്റായി വരുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളുടെ ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട്
ഈ ബ്രെഡ് നന്നായിട്ട് താഴ്വശം ക്രിസ്പ് ആവണ വരെയും ചീസ് മെൽറ്റ് ആവണ വരെയും ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെയും അടച്ചു വെച്ചിട്ട് നമുക്ക് പാനിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ബ്രെഡ് പിസ്സ. അതാണ് ഇന്നത്തെ ഡിന്നർ. പിന്നെ കുറച്ച് ചീസ് ടോസ്റ്റും ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഇതാണ്. വീണ്ടും നാളത്തെ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.